ഇന്നിപ്പോൾ നമ്മൾ കപ്പയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇതുപോലെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ സവോള 2 എണ്ണം തീരെ കനം കുറച്ചിട്ട് കൊടുത്ത്, ഉണ്ടമുളക് നല്ല മണമുള്ളതാണ്, ഇവിടെ നിന്നതാണ് കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മീൻകറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ 2 ഉണ്ടമുളക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് വെച്ചിട്ട് കഴിച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തിയൊക്കെ ഒന്ന് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇനിയിപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ അതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇതിൽ ഉപ്പിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അടിപൊളിയാക്കി ഇവിടെ റെഡിയാക്കി കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ മീനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് കറക്റ്റ് അടപ്പില്ലാത്തതിനെ കൊണ്ട് ഒരു പ്ലേറ്റ് വെച്ചാണ് കമത്തി കൊടുത്തത്. നല്ല കുറ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കപ്പ വേവിച്ച് നല്ല പുട്ട് മാതിരി കിട്ടിയിട്ടുണ്ട്. നല്ല മാവ് പോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കപ്പ. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പ വെച്ചെടുക്കുമ്പോഴത്തേക്ക് കപ്പ അവിച്ചതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മളെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ മത്തി ഇതുപോലെ ഒന്ന് അവിച്ചെടുക്കുന്നതെന്നാണ് അപ്പോൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് എല്ലാമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കല്ലേ.